ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനം. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. ഓശാനയാണ്. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ ആശംസകൾ. വചനം പറഞ്ഞു തുടങ്ങുന്നത് ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ്. നിന്റെ രാജാവ് എഴുന്നള്ളുന്നുണ്ട്. നീ നിശ്ചയിച്ചതുപോലെയോ നനച്ചിരിക്കുന്നത് പോലെയോ ഒന്നുമല്ല. ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വേഷവിഭൂഷിതനായി സർവ ആടയാഭരണങ്ങളും അണിഞ്ഞ് സൈന്യവ്യൂഹത്തിന്റെ നടുവിൽ രാജാവ് എഴുന്നള്ളുന്നു എന്ന് നിശ്ചയിച്ചെങ്കിൽ തെറ്റി. എഴുന്നള്ളുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്. മനുഷ്യൻ ബാഹ്യഭാവത്തിൽ കാണുമ്പോൾ ദൈവം ആന്തരിക ഭാവത്തിൽ കാണുന്നു. വലിയവനായി വരുമ്പോൾ, വേഷം കെട്ടി വരുമ്പോൾ മനുഷ്യൻ മാനിക്കും. സത്യം അതല്ലെങ്കിൽ പോലും സത്യം പലപ്പോഴും മറയ്ക്കപ്പെട്ടതല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നിട്ടും അവനെ സ്വീകരിച്ചവർ വിരളമായി പോയത്. എന്നാൽ ഇന്ന് ഈ വചനം പ്രഘോഷിക്കപ്പെടുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ. കാരണം നിന്റെ രാജാവ് എഴുന്നള്ളുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്. നിനക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തന്നെ. അവനാണ് നിന്റെ കർത്താവ്, അവനാണ് നിന്റെ ദൈവം. അവനെ വേണം ഓശാന പാടി എതിരേൽക്കാൻ. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.